അപ്പം നമുക്കൊരു കോളിഫ്ലവറിൻ്റെ പൊറോട്ട ഉണ്ടാക്കട്ടെ. അപ്പോൾ അതിന് തന്നെ കോളിഫ്ലവർ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. കോളിഫ്ലവർ ഇതേപോലെ പുഴുവൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഓരോ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഇത്തിരി ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്നൊരു 10-15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇതാവാൻ വേണ്ടിയിട്ടാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഞാനിത് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ആ സോക്ക് ചെയ്ത് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കണം. ഏകദേശം ഇത്തിരി ടൈറ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കെറ്റിലിൽ വെള്ളം ചൂടാക്കിയിട്ടാണ് ഇതേപോലെ ഇടുന്നത്. പിന്നെ അപ്പോൾ സോക്ക് ചെയ്യാൻ വെച്ചു. അതിനുശേഷം ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കുന്നുണ്ട്. ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചിട്ട് അതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ സംഭവം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് പിന്നെ ഒരു നല്ല കോട്ടൺ തുണിയിൽ അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയണം. ആ വീഡിയോ ഞാൻ സ്കിപ്പായി പോയി. അപ്പോൾ കളഞ്ഞതിന് ശേഷം അതിൽ മഞ്ഞൾപ്പൊടി, ഗരം മസാല, നമ്മുടെ ചാട്ട് മസാല, നമുക്ക് എന്തൊക്കെ മസാല ഇടണോ അതൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇതാക്കുക. എന്നിട്ട് പരത്തി എടുത്തിട്ട് ഇതിനുള്ളിൽ ഇതേപോലെ പിന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഫുൾ വീഡിയോ ചാനലുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.